ഇന്ന് വർക്കിന് വന്ന പിള്ളേരൊന്ന് ശ്രദ്ധിക്കണേ. അന്യ സംസ്ഥാനത്ത് കാറ്ററിംഗ് വർക്കിന് പോയ നമ്മുടെ 2 പിള്ളേർക്ക് നിങ്ങളെന്തോ പറയണ്ടേ? നമുക്കിത് കേൾക്കാം. ഞാനാണ് രായപ്പൻ ഷൺമുഖം. ഞാനിവിടെ തൃശ്ശൂരിൽ വീടിന് പാലേജിന് വർക്കിനൊക്കെയാണ്. എനിക്കിവിടെ ടേബിൾ അടിക്കുന്ന വർക്കുണ്ട്. ഇവിടെ ഒരു ടേബിളിന് 5 രൂപ വെച്ചോണ്ടാണ്. ആ കുഴപ്പമില്ലടാ, എല്ലാം EMI ടൈപ്പ് കൊടുക്കല്ലേടാ. ജീവേണ്ണ, ഞാനാണ് മണിനാണ്. എനിക്കിവിടെ പ്ലേറ്റ് എഴുതുന്ന മണിയാണ്. ഇവിടെ പ്ലേറ്റ് ആയിട്ട് 1 രൂപ. കൈയൊക്കെ രാത്രി കഴിവാകുമ്പോ തീറ്റിലാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ വന്ന് നൈറ്റ് ഇറക്കിയാണെന്ന് ആഗ്രഹമുണ്ടെണ്ണ. ഞാൻ പോട്ടെ അണ്ണ, എനിക്ക് 100 പേര് ഇവിടെ കഴിവുണ്ട്. അയ്യോ അമ്മ, എനിക്ക് കണ്ടറിയുന്നത് ജീവാണ്ട ഞങ്ങളൊരു 3 പേരോടെ പൈസ മേടിക്കാതെ വർക്ക് ചെയ്യണ്ട. 5000 പേരെ സദ്യക്ക് 8 പേരെ കാറ്ററിംഗിന് കാറ്ററിംഗ് ഓണം. അവന് വർക്കിന് പൈസ കൊടുക്കാനില്ലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞു. പക്ഷെ ഒരു 500 രൂപ അഡ്വാൻസ് വെച്ചിട്ട് കാറ്ററിംഗ് പയ്യനെ താറ്റിന്റെ മേളിൽ താറ്റിയും കൊടുത്ത് ഓടിത്തുറന്ന് ഇറക്കി വിട്ടു. ഇതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് നേരമില്ല. അപ്പൊ നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് പോഞ്ഞെടുക്കാനും ചിക്കൻ ബിരിയാണി എടുത്തോണ്ട് പോകാൻ നേരമുള്ളൂ. കാറ്ററിംഗ് വർക്കിന് ഞങ്ങളെ വിളിക്കുന്നതല്ല പറയുന്നത്. വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഇടയിലുള്ള മാമമാരുടെ കൊണയടി വേണ്ട. 500 രൂപ വർക്കിന് വിളിച്ചിട്ട് 300 വരുന്ന പരിപാടി വേണ്ട. അടുത്ത ഓർഡറിൽ പോയി കഴിക്കണം. കേരളത്തിൽ തൊഴിലായി മാറണം. ഡെയിലി 5000 പേരാണ് സാർ കാറ്ററിംഗ് വർക്കിന് ഇറങ്ങുന്നത്. ഒരു സമ്പന്നന്റെ ബൊഫേ വർക്കിന് വേണ്ടി പൈസ കൊടുക്കാതിരിക്കും. ഒരു സാധാരണക്കാരന്റെ വർക്കിന് എങ്ങനെയാണ് ഒരു കാറ്ററിംഗ് പേര് ഇറങ്ങുന്നത്? ഗുലാബ് ജാം ഉണ്ടോ? ഗുലാബ് ജാം ആഡംബരം, ബോളി അത്യാവശ്യം. ഇതിന്റെ പേരിൽ 10 പിള്ളേർ അധികം കഴിവേണ്ടെന്ന് ഞങ്ങൾ സന്തോഷം.